ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് ഒരു എന്ത് ദിവസമാണ്, ദിവസം എന്താന്ന് പറഞ്ഞു ഗൈസ്. ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. കുഞ്ഞപ്പം കുറച്ച് ദിവസമായിട്ട് അച്ഛാ അവിടെ കൊണ്ടുപോകും, അമ്മ ഇവിടെ കൊണ്ടുപോകുന്നു കുറേ ദിവസം ഇങ്ങനെ പറയണേ. അപ്പൊ കുഞ്ഞപ്പൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. കുഞ്ഞ് എവിടെയാണ് കുഞ്ഞ് നമ്മൾ പോണേന്ന്? പമ്പിലാ. അത് പെട്രോൾ അടിക്കാൻ. നമ്മളിപ്പോ പമ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പെട്രോൾ അടിക്കാൻ. അതാണ് ഓൻ പറഞ്ഞത് ആദ്യം പമ്പിൽ പോകണം. പെട്രോൾ പമ്പിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഗൈസ്. ഒരുപാട് വണ്ടികൾ വരുന്നു, പെട്രോൾ അടിക്കുന്നു. അതിന്റെയൊക്കെ സൗണ്ട് കൊണ്ട് ഈ വീഡിയോ ഭയങ്കര ബോറായി പോയി. അപ്പൊ ഞാൻ അതിന്റെ വോയിസ് അങ്ങ് കട്ട് ചെയ്തു, എന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ പോകുന്ന വഴി കാണുന്ന കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ പോകുന്ന എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലേ? എറണാകുളത്ത് സുഭാഷ് പാർക്കിലാണ് കേട്ടോ പോകുന്നത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അവിടെ പോകുന്നത്, അല്ലേ കുഞ്ഞപ്പ? ഇഷ്ടമാണോ നിനക്ക് പോകുന്നത്? കുഞ്ഞപ്പൻ എന്റെ കൂടെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് പോവുകയാണേ. ഇനിയിപ്പോ വെക്കേഷൻ തുടങ്ങാൻ പോവല്ലേ, എല്ലാവർക്കും ഉത്സവമായിരിക്കുമല്ലേ. 2 മാസം വീട്ടിൽ ഇരുന്ന് തകർക്കാം. കുഞ്ഞപ്പനാണെങ്കിൽ അമ്മ ഇതേ പിള്ളേരെ വീഡിയോ എടുക്കാമേ ഇല്ല, അവര് പോണമേ, യൂണിഫോം ഇട്ടുകൊണ്ട് പോകണമേ എന്നൊക്കെ പറഞ്ഞ ബഹളായിരുന്നു കേട്ടോ. അപ്പൊ കുറെ പേര് സൈഡിലൊക്കെ കൂട്ടുകൂടി നിൽക്കുന്നു, കുറെ പേര് നടന്നു പോകുന്നു, സൈക്കിളിൽ പോകുന്നു. അപ്പൊ കുഞ്ഞപ്പന് ചിലവർക്കൊക്കെ മനസ്സിലായിട്ട് നമ്മുടെ കാറിലിട്ട് നോക്കി ഇങ്ങനെ കൈ ചൂണ്ടി പറയുന്നുണ്ടായിരുന്നേ. പക്ഷെ ഈ റോഡ് കണ്ടില്ലേ, കുഞ്ഞു റോഡാണ്. നമുക്ക് അവിടെ നിർത്തി പിള്ളേരോട് വർത്താനം പറയാനുള്ള ഗ്യാപ്പില്ല. പുറകിൽ നിന്ന് വേറെ വണ്ടി ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പിന്നെ നിർത്താൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് ദൂരം മുമ്പിലോട്ട് പോയപ്പോൾ തന്നെ കുഞ്ഞപ്പം നല്ലോണം ഉറങ്ങിപ്പോയി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ 3:30-4 മണി സമയമാണ്, അവൻ ഉറങ്ങുന്ന സമയമാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞ് അംഗനവാടിയിലൊക്കെ കിടന്ന് ഉറങ്ങുമല്ലോ. ആ ഒരു ടൈം ആയതുകൊണ്ട് ആള് നല്ല ഉറക്കമാണ് കേട്ടോ, അറിയുന്ന പോലും ഇല്ല. നല്ല വെയിലടിക്കുന്നുണ്ട് മുഖത്തൊക്കെ. കുറേ നേരം കണ്ണു തുറന്നൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടോണ്ടാണ് കേട്ടോ പോയത്. പക്ഷെ ആള് മയങ്ങിപ്പോയി കാറ്റൊക്കെ കൊണ്ട്. അപ്പോൾ പള്ളൂരത്തി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മരങ്ങളൊക്കെ വലിയ വലിയ മരങ്ങളാണ് ഗൈസ്. ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അങ്ങോട്ട് ഫോട്ടോ കൊച്ചിയിലും ഈ എറണാകുളത്ത് മൊത്തം ഇങ്ങനെയുള്ള വലിയ വലിയ മരങ്ങൾ കാണാം നമുക്ക് റോഡ് സൈഡിൽ കേട്ടോ. മിക്കയിടത്തും കാണാം, എന്നാലും ഇവിടെയാണ് കൂടുതലുള്ളതെന്ന് തോന്നണല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ ഒരു ബസ്സിന്റെ പുറകെ പോവാണ്. ആ ബസ്സിന്റെ സ്പീഡിലേ നമുക്കും പോകാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അച്ഛ പതുക്കെ പതുക്കെ ഓടിക്കുകയാണ്. മതി, പതുക്കെ മതി. എനിക്കാണെങ്കിൽ റോഡ് സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടുപോകാനാണ് കേട്ടോ ഇഷ്ടം. കച്ചവടം കാണണം എനിക്ക്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതേ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. സ്കൂളൊക്കെ വിട്ടില്ലേ, ഇതേ ആ മോൻ്റെ ഷർട്ടിൻ്റെ പുറകെ നോക്കിക്കേ. അവൻ ഓർക്കുമോ ഞാൻ എന്താ അവനെ വീഡിയോ എടുക്കണേ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. സ്കൂളൊക്കെ വിടുമ്പോൾ വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. ഇനി ആ യൂണിഫോം വേണ്ടല്ലോ, അടുത്ത വർഷം പുതിയ യൂണിഫോമാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ ഷർട്ടിൽ ഇതുപോലെ എന്തെങ്കിലും എഴുതി വെക്കുന്നത് എല്ലാവരുടെയും പണിയാണല്ലോ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ ഓട്ടോഗ്രാഫ് എഴുതി പിടിപ്പിച്ചേക്കണ പോലെ അവൻ്റെ ഷർട്ടിൻ്റെ പുറത്ത് എഴുതി പിടിപ്പിച്ചേക്കാണ്. അവൻ ഈ വീഡിയോ കാണുമോ ആവോ. അപ്പോൾ കുഞ്ഞപ്പൻ എണീറ്റിട്ടില്ല കേട്ടോ, അപ്പോഴും ഉറക്കാണ്. എൻ്റെ കോലൊക്കെ ഒരു വിധമായി ഗൈസ് അവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സുഭാഷ് പാർക്ക്. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പാർക്ക് ചെയ്യാൻ ഒരു തരി സ്ഥലമില്ല. സ്ഥലം നോക്കി കുറച്ച് ദൂരം ഞങ്ങൾ മുന്നോട്ട് പോയേ. അപ്പോൾ സിലിക്കൺ ഹൈപ്പർ മാർക്കറ്റിന്റെ അവിടെ എത്തിയത്. അവിടെ സുഭാഷ് പാർക്ക് എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സിലിക്കൺ ഹൈപ്പർ മാർക്കറ്റിന് അതാണ് ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബ്രോഡ്വേ ഒക്കെ വരുന്നത്. ഇതിനു മുമ്പ് ക്രിസ്മസ് വ്ലോഗും അതും ഇതും എന്തൊക്കെയോ ചെയ്തപ്പോൾ ഞാൻ ഈ ഹൈപ്പർ മാർക്കറ്റും അതുപോലെ ബ്രോഡ്വേ ഒക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിലിക്കൺ ഹൈപ്പർ മാർക്കറ്റിന്റെ സൈഡിൽ വലിയൊരു പറമ്പുണ്ട്. അവിടെയാണ് ഈ പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളത് കേട്ടോ. സിലിക്കൺ ഹൈപ്പർ മാർക്കറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചേട്ടൻ നമ്മൾ ആനയിച്ചുകൊണ്ട് പോകുന്നു, നോക്കിക്കേ. ആ ചേട്ടൻ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് കാണിച്ചു തരാണ്. 50 രൂപയാണ് നമ്മളോട് പാർക്കിംഗ് ഫീ വാങ്ങിച്ചത് കേട്ടോ. കാർ അവിടെ ഇടാൻ 50 രൂപ കൊടുക്കണം നമ്മൾ. അപ്പോഴാണ് ഞാനും കുഞ്ഞപ്പനും കുറച്ച് ഇങ്ങോട്ട് നടന്നപ്പോൾ അച്ചായി ആർക്കോ ഒരു അമ്മയും മോനുമാണ് കേട്ടോ. അവർ സാമ്പത്തികമായിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് അവരെന്തോ സഹായം ചോദിച്ചു വന്നതാണ്. എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സഹായം ചോദിച്ച് നടക്കുവാണ്. ആ മോൻ്റെ അച്ഛനെന്തോ വയ്യെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ചേട്ടൻ ആ പൈസയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്നു വന്നു. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ മറൈൻ ഡ്രൈവിൽ കൂടി നടക്കണം, അവന് മറ്റേ ഇട്ടാപ്പൊട്ടി വാങ്ങിക്കണം, അത് അവിടെ ഇട്ട് പൊട്ടിച്ച് കളിക്കണം, അതൊക്കെയാണ് അവൻ്റെ ആഗ്രഹങ്ങൾ. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം ഇട്ടാപ്പൊട്ടി വാങ്ങിച്ചില്ല. പുള്ളി അത് കണ്ടിട്ടും വേണമെന്നൊന്നും പറഞ്ഞില്ലേ. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ സൈഡിലൊക്കെ കച്ചവടവും കളിപ്പാട്ടവും ഒക്കെയാണ്. അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പുള്ളി നടക്കുവാണ്. ഞാൻ ഓർത്ത് ദൈവമേ ഇത് എന്ത് പറ്റി, സാധാരണ ഇതൊക്കെ കണ്ടാൽ വാശി പിടിക്കുന്ന ആൾ അവൻ എന്താണോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അവൻ പാർക്ക് നോക്കി നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നോക്കിക്കുക ഒരു കാക്ക ചത്ത് കിടക്കുന്നത്. അത് അവിടെ കിടന്ന് പുഴുത്ത് അതായത് ചീനിട്ടു. ആരും അത് എടുത്ത് കളയുന്നില്ല കേട്ടോ. എന്താ അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ. എൻ്റെ മുടിയൊന്നും നേരെ ഇരിക്കുന്നേ ഇല്ല, കാറ്റ് വന്നിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും മോനും കൂടി എന്നെ വെട്ടിച്ച് ഓവർടേക്ക് ചെയ്ത് പോകുന്നു. നോക്കിക്കേ, പുറകെ ഓടിച്ചെന്ന് ഞാൻ വിടില്ല ഞാൻ. അപ്പോൾ അത് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ എന്താ അതിൻ്റെ സമയമല്ലെന്ന് തോന്നുന്നു. ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ബോട്ടിങ് തുടങ്ങുമല്ലോ. അവിടെ ആരെയും കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെല്ലുമ്പോൾ ഇങ്ങനെ ചില ചേട്ടന്മാർ വാ ഇത്ര രൂപയുള്ള കയറുന്ന പറഞ്ഞ് നമ്മളിങ്ങനെ ക്യാൻവാസ് ചെയ്യും, ഇങ്ങനെ കയറ്റാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ നോക്കിയിട്ട് അവിടെ ആരെയും കണ്ടില്ല.
പാടില്ല, അതിന് വല്ല പ്രത്യേക സമയം ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഈ മറൈൻ ഡ്രൈവിൽ സൈഡിൽ. അപ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിൽ, ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ നിന്നിട്ട് ബാ ചായ കുടിക്കാൻ, അവിടെ കുഴിമന്തി ഉണ്ട്, അവിടെ ബിരിയാണി ഉണ്ട്, ഓരോ ഫുഡിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ്. കണ്ടിട്ടില്ലേ ഓരോ ഹോട്ടലിൻ്റെ മുമ്പിൽ ഓരോ ചേട്ടന്മാർ നിന്നിട്ട് നമ്മളിങ്ങനെ വിളിക്കുന്നത്. എനിക്കാണെങ്കിൽ തലവേദന എടുത്ത് പൊളിഞ്ഞിരിക്കുകയാണ്, ഒരു ചായ കുടിക്കാൻ കൊതിച്ചിരിക്കുകയാണേ. അപ്പോഴാണ് ആ ചേട്ടൻ വിളിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, അച്ഛേ വാ അച്ഛേ എനിക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛനെയും കുഞ്ഞപ്പനെയും വിളിച്ചുകൊണ്ട് നേരെ കയറി. ഇതെന്താ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ബിരിയാണി തിന്നുമെന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത്? ഷോർട്സ് കണ്ടവർക്ക് അറിയായിരിക്കുവേ. അവിടെ അകത്ത് കയറി ചായ, വെറുതെ കാലിച്ചായ മാത്രം, ഒരു കടി പോലും വേണ്ടെന്ന് വിചാരിച്ച് വെറുതെ ചായ മാത്രം കുടിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ മൂക്കിലേക്ക് നല്ല അടിപൊളി ബിരിയാണിയുടെ മണം വന്നു ഗൈസ്. അവിടെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. എങ്ങനെ പറ, നല്ല വിശന്നിരിക്കുമ്പോൾ ബിരിയാണിയുടെ മണം വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ 2 ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പൻ ഒരെണ്ണമൊന്നും തിന്നത്തില്ല, ഒരു പകുതി പോലും അവൻ തിന്നത്തില്ല. അപ്പം ഞാൻ ഓർത്തു 2 എണ്ണം വാങ്ങിച്ചാൽ മതിയല്ലോ. എന്നിട്ട് ഞാനും കുറച്ച് വാരിക്കൊടുത്തു, ചേട്ടനും വാരിക്കൊടുത്തു. അങ്ങനെയാണ് അവൻ കഴിച്ചത്. കുറച്ച് നേരം ഇരുന്നൊക്കെ കഴിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഇതാക്കിയാണ് കേട്ടോ ഓരോ വീഡിയോ വായി വെച്ച് കൊടുത്തത്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. 140 രൂപയാണ് കേട്ടോ ആ ഒരു ബിരിയാണിക്ക് അവിടുത്തെ വില. അങ്ങനെ കഴിച്ച് മനസ്സും വയറും നിറഞ്ഞു. ശരിക്കും പാർക്കിലൊക്കെ പോയി കളിച്ചിട്ട് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കഴിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ വന്നിറങ്ങിയപ്പോൾ തന്നെ കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇതേ ഒരു കൊച്ചു ഒരു കുപ്പിയിൽ ഒരു വള്ളി കെട്ടിയിട്ട് അവിടെ ഓടി നടന്ന് കളിക്കുകയാണ്. അവിടെ കണ്ടില്ലേ സൈഡിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവരെല്ലാവരും. ഇങ്ങനെ കുറേ പേര് ഭിക്ഷയാചിച്ച് നടപ്പുണ്ട് അവിടെ. കുറേ പേര് ഇതാണ് അവരുടെ പരിപാടി. നമ്മുടെ കയ്യിൽ അച്ച്, മൈലാഞ്ചി പോലെ ഇങ്ങനെ അച്ച് ചെയ്യൂലേ, നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കാണത്തില്ലേ, ആ സംഭവമാണ് കേട്ടോ. അപ്പോൾ അവരുടെ മക്കളൊക്കെയാണ്. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ആ കൊച്ചിനെ കണ്ടിട്ട് അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി അവൻ്റെ പുറകെ ഓടുമായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിക്കേ, സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സംഭവമാണ്. നല്ല ഒരു രക്ഷയില്ല ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല, അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. ഇടയ്ക്ക് ടെൻഷനോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന എല്ലാം മാറും കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഓർക്കും ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഭാഗ്യമാണല്ലേ, എന്തുണ്ടെങ്കിലും ഇവിടെ വന്നിരുന്നാൽ മതിയല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ വീടിനടുത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പാടത്തൊക്കെ പോരുന്ന ഇതിലും വൈബാണ്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മുടെ ഇവിടെ കൂടുതലും പാടങ്ങളൊക്കെ അല്ലേ, എറണാകുളത്തെ പോലെ അല്ലല്ലോ അല്ലേ. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ അവിടുത്തെ മരങ്ങളിൽ നിന്നൊക്കെ വീഴുന്ന കായ്കളൊക്കെ പിറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർക്കിലേക്ക് പോകുന്ന കാര്യമൊക്കെ ആൾ വിട്ടുപോയി. ഇവിടുത്തെ ഈ ഭംഗിയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് കളിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ പാർക്കിലോട്ട് പോകണമെന്നില്ല, കുഞ്ഞപ്പനല്ലേ പാർക്കിൽ പോകാൻ ഇഷ്ടം. എനിക്ക് വെച്ചൊക്കെ ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാനും കഥ പറയാനൊക്കെയാണ് താല്പര്യം. നമ്മൾ ഇത്തിരി വലുതായി പോയില്ലേ, എന്ത് പറയാനാണല്ലേ. കുഞ്ഞപ്പൻ്റെ പ്രായത്തിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ പൊന്നെ ഇതിൻ്റെ അപ്പുറമാണ്. പാർക്ക് എന്നും പറഞ്ഞ് അങ്ങനെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പാർക്കിൻ്റെ കാര്യം ഞാൻ കുഞ്ഞപ്പനെ ഒന്ന് ഓർമ്മിപ്പിച്ചേ. പിന്നെ ഒന്നും പറയണ്ട, അയ്യോ അമ്മേ പാർക്കിൻ്റെ കാര്യം മറന്നുപോയി, വേഗം വാ എന്നും പറഞ്ഞ് പടപടാ ഓടി വരികയാണേ. ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ട് ആ സ്റ്റെപ്പ് കയറാൻ പറ്റ പാട്, വയറ് ഫുള്ളായിട്ടിരിക്കുമല്ലേ. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്ന് അങ്ങനെ അറ്റം വരെ നടക്കണം കേട്ടോ. കാരണം കുറേ ദൂരം ഇങ്ങ് മാറിയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കാറ് പാർക്ക് ചെയ്യാൻ ഒട്ടും സ്ഥലമില്ലായിരുന്നു. വല്ല പാർക്ക് ചെയ്യാൻ മേലാത്ത അടുത്തൊക്കെ കൊണ്ട് പാർക്ക് ചെയ്താൽ പോലീസ് ഫൈൻ അടിക്കും. അപ്പോൾ ഇതേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കുറേ കളിപ്പാട്ടം പിന്നെയും കണ്ടു. കുഞ്ഞപ്പൻ എന്താണെന്നറിയില്ല, അതൊന്നും മൈൻഡ് ചെയ്തില്ല, വെറുതെ നോക്കി തൊട്ട് പിടിച്ച് നേരെ നടന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബറിനെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോവുകയാണേ. ആ മോൻ കുഞ്ഞപ്പനെ കണ്ടപ്പോൾ അവന് മനസ്സിലായി കേട്ടോ. ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി പാർക്കിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോഴാണ് കേട്ടോ നമ്മളെ കാണുന്നത്. പിന്നെ നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. യൂട്യൂബില് വ്ളോഗ് ചെയ്യും, സബ്സ്ക്രൈബർ ആണെന്ന്. എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. നീ അതിന് ഇപ്പോഴല്ലേ കാണാവനാ? മോന്റെ വീട് എവിടെയാ? ഇവിടെ ഇല്ലല്ലേ, പത്തനംതിട്ടയിലാണ്. ആ, എത്ര ക്ലാസ്സിലാ പഠിക്കണ? പേരാ ആദ്യം എന്നാണോ പേര്? വീഡിയോ കാണണം കേട്ടോ. ബൈ. അങ്ങനെ പത്തനംതിട്ടയിലുള്ള നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ആദ്യക്കുട്ടനെ നമ്മൾ കണ്ടു. ആദ്യം എന്നല്ലേ മോൻ പേര് പറഞ്ഞാൽ? അതെ, ഇത് നമ്മുടെ പാർക്കിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ്. എന്തൊരു ഭംഗിയാണെന്നറിയാം. ചെടി എന്ന് പറഞ്ഞാൽ എന്തോരം ചെടികളാണ്, അടിപൊളിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ കയറിയപ്പോൾ തന്നെ ഒരു ഒറ്റ ഓട്ടം ഓടിയിട്ടുണ്ട്, അച്ഛൻ കൂടെ ഉണ്ട് പുറകെ. ഞാനിപ്പോൾ ഈ വീഡിയോക്ക് ഒന്ന് എടുക്കട്ടെ അച്ഛൻ, എന്ത് ഭംഗിയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വീഡിയോ എടുത്തതാണ്. അവസാനം കുഞ്ഞപ്പൻ അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. നമ്മളെത്തുന്നതിന് മുമ്പേ ഓടി കയറുകയാണ് കേട്ടോ. അപ്പോൾ അവനറിയാമല്ലോ. അപ്പോൾ അതേ അതിൻ്റെ അകത്ത് മുകളിൽ കയറി തീട്ടി കളിക്കുകയാണ് കേട്ടോ ആള്.
കൊച്ചിന്റെ വീട് എവിടെയാണ്? എറണാകുളത്ത്. ഇവിടെ തന്നെയാണ് അല്ലേ? എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഇപ്പൊ 1-ലോട്ടായാ? പേരെന്താ മോന്റെ? എന്തോ? ശ്രീനന്ദ. അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സബ്സ്ക്രൈബറിനെയും കണ്ടുമുട്ടി. എറണാകുളത്ത് തന്നെയാണ് ആ മോൻ്റെ വീട്. ശ്രീനന്ദൻ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്, കാണുന്ന സാധനത്തിലൊക്കെ കയറി കളിക്കുകയാണ്. ശ്രീനന്ദുമായിട്ട് കുറച്ച് നേരം അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെയും നടപ്പ് തുടങ്ങി. അവിടെ അറ്റത്തൊക്കെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ നോക്കിയാൽ കുറേ കടലാസ് പൂവുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇതേ അത് ലക്ഷ്യമാക്കി പോവാണ്. അവിടെ ഒരു വലിയ സംഭവം, അതിൻ്റെ അകത്ത് ഒരുപാട് റൈഡുകളുണ്ട്. അപ്പോൾ എവിടെ കൂടിയാണ് അമ്മയെ പോകേണ്ടത്, എങ്ങനെ കൂടിയാണ് പോകേണ്ടതെന്നൊന്നും ഒരു എത്തും പിടിയില്ല. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വെയിൽ കെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തിയാൽ മതി. അങ്ങനെ ഒരു വിധത്തിൽ സ്ഥലം കണ്ടുപിടിച്ച് നുഴഞ്ഞു കയറി അപ്പുറത്ത് എത്തിയ ആള് കേട്ടോ. അപ്പോഴാണ് ഇതേ പിള്ളേരെല്ലാം നല്ല കളിയാണ്. അപ്പോൾ കുഞ്ഞപ്പൻ ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടോ? ആദ്യം തന്നെ ഈ സംഭവത്തിലാണ് കേട്ടോ കയറുന്നത്. അത് എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു, കാരണം കുറച്ചുകൂടി വലിയ പിള്ളേർക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അച്ഛൻ കൂടെ വന്ന് നിന്നു. ഞാൻ പറഞ്ഞപ്പോൾ അച്ഛനോട് കുഴപ്പമില്ല, അവൻ കയറിക്കോളൂ എന്നൊക്കെ പറഞ്ഞേ. കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞു. പിന്നെ കുഞ്ഞപ്പന് പേടിയാവാൻ തുടങ്ങി കേട്ടോ. താഴത്തേക്കും ഇറങ്ങാൻ പറ്റുന്നില്ല, അവന് മുകളിലോട്ടും കയറാൻ പറ്റുന്നില്ല. അവന്റെ ചെരുപ്പൊക്കെ ഞാൻ ഒരു കയ്യിൽ വാങ്ങിച്ചു കേട്ടോ. അവസാനം ആൾ ഒരു വിധത്തിൽ കയറി. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. ആ കാല് ചവിട്ടുന്ന ആ ഓരോ റിങ്ങുകളും കണ്ടോ, അത് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു കാല് വെച്ചിട്ട് മുകളിലെ റിങ്ങിലേക്ക് മറ്റേ കാലെടുത്ത് വെക്കാൻ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. നല്ല പാടായിരുന്നു കേട്ടോ. കുഞ്ഞപ്പൻ ഒരു വിധത്തിൽ ഒപ്പിച്ചു. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ പിള്ളേരെ നമ്മളായിട്ട് പേടിപ്പിക്കരുത്. അവർക്ക് പറ്റുമെങ്കിൽ നമ്മൾ അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തോളും. കുഞ്ഞപ്പൻ ഒരു വിധത്തിൽ അങ്ങനെ മുകളിൽ കയറും. റൈഡുകളിലും കയറിയപ്പോഴാണ് ദൂരെയായിട്ടൊരു വലിയ കസേര കാണുന്നത്. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ അത് കണ്ടിട്ട് നേരെ അങ്ങോട്ട് ഓടി കേട്ടോ. അമ്മ നമുക്ക് കസേര പോയിരിക്കാന്ന് പറഞ്ഞേ. അപ്പോൾ അങ്ങോട്ട് ആർക്കും കയറാൻ പാടില്ല, അതേ നുഴഞ്ഞു കയറാൻ നോക്കിക്കേ. പുറകിൽ കൂടി സെക്യൂരിറ്റീസ് പോകുന്ന കണ്ടില്ലേ, അവർ വിസിലടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കുഞ്ഞപ്പൻ അങ്ങോട്ട് കയറാതിരിക്കാൻ. കാരണം നമ്മളെ പാരൻസിനെ അവർ അറിയിക്കുകയാണ് അങ്ങോട്ട് കയറാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു പാടാ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞ് കുഞ്ഞപ്പനെ പിടിച്ച് അവിടെ ഇരുത്തിയതാണ് കേട്ടോ. ഗായ്സ് സെക്യൂരിറ്റി വിസിലടിച്ച് മതിയായി കേട്ടോ. കുഞ്ഞപ്പൻ ഇതിന്റെ ഉള്ളിൽ ഇവിടെ കയറാൻ പാടില്ല, ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പൊ അകത്തേക്ക് കയറാൻ പാടില്ല. അപ്പൊ അവൻ നുഴഞ്ഞു കയറാൻ നോക്കിയിട്ട് സെക്യൂരിറ്റി കണ്ടിട്ട് വിസിലടിക്കുവാണ്. ഇവിടെ ഇരിക്കും, ഫോട്ടോ എടുക്കാം. ആ അവരുടെ പല പല സ്ഥലത്ത് ഊഞ്ഞാലുകളുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓടി ഓടി മാറി മാറി കയറിയിരുന്ന ആടുവാണ്. ആട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയെ ഫാസ്റ്റ് എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. കാരണം അതിലും ഫാസ്റ്റിൽ ആട്ടാട്ടെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ നിർത്തിയ ഒരു കാര്യം കാണിച്ചു തരാമേ. അന്നത്തെ വീഡിയോ ഈ സാധനമുണ്ട്, ഈ പാകണ്ട ആ പാക്കി ഒരു സാധനമുണ്ട്. ഇങ്ങനെ വെച്ചപ്പോൾ ആ കൂട്ടിക്ക് സാധനമുണ്ട്. അപ്പനാണ് ഇവിടെ കൂടിയിടാ. കേട്ടല്ലോ അല്ലേ, ഞാൻ വ്ളോഗ് എടുക്കാമേ, നിങ്ങൾക്ക് വ്ളോഗ് എടുക്കാൻ അറിയാമല്ലെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് നിന്ന് വ്ളോഗ് എടുത്താണ് കേട്ടോ. ഹായ് ഗായ്സ്, ഇവിടെ കുറേ പിള്ളേരുണ്ട്, ഇവിടെ കളിപ്പാട്ടമുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവസാനം അവൻ്റെ ഫേസ് വീഡിയോയിൽ കിട്ടുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഫോൺ തിരിച്ച് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ അത്രയും നേരം അവിടെ നിന്നിട്ട് ഞാനും ചേട്ടനും ഒന്നും ഇരുന്നിട്ട് പോലും ഇല്ല കേട്ടോ. കുഞ്ഞപ്പന് പിന്നെ ഇരിക്കണമെന്നേ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് ബെഞ്ചിൽ ഇരുന്ന് കേട്ടോ. അപ്പോഴാണ് ഗൈസ് ഒന്ന് സമാധാനമായത്. അപ്പോൾ വൈകുന്നേരം നടക്കാൻ ഇറങ്ങുന്നവർ, എക്സർസൈസ് ചെയ്യാൻ പോകുന്നവർ, വെറുതെ കാറ്റ് കൊള്ളാൻ വരുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ കുഞ്ഞപ്പൻ അവിടെ കൂടി പോകുന്നത് പെൺപിള്ളേരോടൊക്കെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് അവർ കുറേ ചിരിക്കുന്നുണ്ട്. അവരുടെ പുറകിൽ അവരെ വെടിവെക്കുന്ന പോലെ ഇങ്ങനെ തോക്കുപോലെ ആക്ഷനൊക്കെ കാണിച്ച് നിൽക്കുകയാണ് ആള്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ, വെറുതെ ഇരുന്നു കാറ്റ് കൊണ്ടിട്ട്. എന്നിട്ട് ഇതേ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ സന്ധ്യയായി നോക്കിക്കോ, ഒരു 6-7 മണിയൊക്കെ ആണ്. 7 മണിയൊന്നും അല്ല, 6:30 ആ ഒരു സമയം. അങ്ങനെ പോവാണ്. അപ്പോൾ കുഞ്ഞപ്പന് ദാഹിച്ചിട്ട് വയ്യ. അപ്പോൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എന്താ നോക്കി
നോക്കിയപ്പോൾ അവിടെ ഐസ്ക്രീമുകളൊക്കെ ഉള്ളൂ, പിന്നെ ഈ ജ്യൂസൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മാംഗോ ജ്യൂസ്, തണുപ്പൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മാംഗോ ജ്യൂസ് വാങ്ങിച്ചാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ നല്ലതാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ഒരെണ്ണേ വാങ്ങിച്ചോളൂ. പക്ഷെ അത് കൊള്ളില്ലായിരുന്നു ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പുറത്ത് പോയി വല്ല സർബത്തും കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് വെച്ചാണ് വൈൻഡപ്പ് പറഞ്ഞത്. അപ്പോഴാണ് കുഞ്ഞപ്പം ബൈനോക്കുലർ മേടിക്കുന്ന കാര്യം ഓർമ്മിപ്പിച്ചത്. ഷോർട്സ് കണ്ടവർക്ക് അറിയാം, ബൈനോക്കുലർ മേടിച്ചത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അവൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ പറഞ്ഞില്ലേ ഒരു സാധനം വേണമെന്നും പറഞ്ഞില്ല, കളിപ്പാട്ടത്തിന് വാശിയും പിടിച്ചില്ല, എല്ലാം ഓർത്ത് വെക്കും കുഞ്ഞപ്പൻ. ഇപ്പം അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. എന്നിട്ട് അവസരം നോക്കി അവൻ നമ്മളോട് ചോദിക്കും. തിരിച്ചു പോകാൻ നേരത്ത് ചോദിച്ചാൽ മേടിച്ചു തരാൻ പറ്റിയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പോകുന്ന വഴി അങ്ങനെ വഴിയോര കച്ചവടക്കാരുടെ ഇന്ന് ഒരു ബൈനോക്കുലർ മേടിച്ചു കേട്ടോ. അതുപോലെ എനിക്കൊരു ജീപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ജീപ്പും വാങ്ങിച്ചു കേട്ടോ. ഗൈസ്, ആദ്യം നമ്മൾ ഈ വീഡിയോക്ക് ഒരു വൈൻഡപ്പ് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ഇതിപ്പോ രണ്ടാമത്തെ വൈൻഡപ്പ് ആണ്. കുഞ്ഞപ്പം വരുന്ന വഴി ഒരു ബൈനോക്കുലർ വേണോന്ന് പറഞ്ഞായിരുന്നേ. ഓ, ആംബുലൻസ് പോയതാണ്. അപ്പൊ ഈ കുഞ്ഞപ്പന്റെ ആഗ്രഹപ്രകാരം ഒരു അടിപൊളി ബൈനോക്കുലറും വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് നല്ല ജീപ്പാണ് കേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ജീപ്പ്. അവൻ ജീപ്പ് വേണോന്നൊന്നും പറഞ്ഞില്ല, അവൻ ബൈനോക്കുലർ മാത്രം വേണോന്നാ പറഞ്ഞോളെ. അപ്പൊ രണ്ട് കുഞ്ഞപ്പൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സമയം ഇപ്പൊ രാത്രിയായി, 7 മണിയായി. ഞങ്ങളൊരു വീട്ടിലോട്ട് പോവാണേ. കുഞ്ഞപ്പ കാണിച്ചു കൊടുക്കല്ലാരെ മൈൻഡപ്പ് പറ. ഇവിടെ കയറിട്ട് ഗൈസ് കണ്ടോ ഗൈസ്, ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കും. ബൈ പറ എല്ലാവരോടും. ബൈ.